ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 6th ഹിന്ദി ലാസ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 2 ലാസ്റ്റ് ചാപ്റ്റർ. പുതിയ പാഠപുസ്തകമാണ്, 2025 ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സീക്കടി മച്ചലി സൂക്കി ക്യൂം നഹി. ലോകകഥയാണ്, പഞ്ചേ മങ്കേഷ്കർ റാവുൻ്റെ. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റിലെ ബാദൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതേ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആവശ്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റ്, ഹിന്ദിയുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലിഗേം ബൂട്ടി അമ്മ കിൻ കിൻസെ മിലി. ബൂട്ടി അമ്മ ആരെയൊക്കെയാണ് കണ്ടത്? ആദ്യം ഒരു മീനാണ്. നമ്മളിവിടെ സീക്കടി എന്ന് പറയുന്നത് ഒരു തരം മീനിനെയാണ്. അപ്പോൾ ഇവിടെ മച്ചലി എന്ന് കൊടുത്താൽ മതി, മച്ചലി, അല്ലെങ്കിൽ സീക്കടി എന്നും കൊടുക്കാം കേട്ടോ. സീക്കടി മച്ചലി എന്നും കൊടുക്കാം. നെക്സ്റ്റ് ആരെയാണ് കാണുന്നത്? ഗാസ്, പുല്ല്. അടുത്തതോ ബച്ചട, ആ പശുക്കിടാവ്. നെക്സ്റ്റ് ഔരത്. അടുത്തത് ആരാ? ഒരു കുഞ്ഞാണ് അല്ലേ, ബച്ച. അടുത്തത് ഉറുമ്പ്, ചീണ്ടി. ഇത്രയും പേരെയാണ് ബൂട്ടി അമ്മ കാണുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി രംഗ് ദേ ഉചിത് സംവാദ് സെ ജോഡേ. അപ്പൊ ഇതില് ഉചിത് സംവാദ് ആരൊക്കെയാണിത് പറഞ്ഞത് അത് നമ്മൾ യോജിപ്പിക്കണം. ആദ്യത്തെ നോക്കാം. जब बच्चे ने रोना ही बंद नहीं किया तो मैं बछड़े को कैसे छोड़ती. കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ പശുക്കിടാവിനെ അഴിച്ചുവിടും? ഈ ഡയലോഗ് ആര് പറയുന്നതാണ്? ഔരത്ത് പറയുന്നതാണ്. അപ്പൊ ഔരത്തിലേക്ക് മാച്ച് ചെയ്യുക. അടുത്തത് ബച്ചടേനെ മുझे नहीं गाया तो मैं क्या करूं. അതായത് പശുക്കിടാവ് എന്നെ കഴിക്കണില്ല, ഞാൻ എന്ത് ചെയ്യും? ഇത് പറയുന്നത് പുല്ലാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ മാച്ച് ചെയ്യുക ഇവിടേക്ക് തന്നെ. അടുത്ത ഡയലോഗ് ഗർക്കി ഔരത്നെ മേരി രസ്സി നഹി ഗോലി തോ മേ ക്യാ കറും. വീട്ടിലുള്ള ആ സ്ത്രീ എൻ്റെ കയറഴിച്ചു വിടാണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? കയറഴിച്ചു വിട്ടാലല്ലേ പോയി പുല്ല് കഴിക്കാൻ പറ്റും. ഇങ്ങനെ പറയുന്നത് ആരാണ്? ഈ പശുക്കിടാവാണ് കേട്ടോ, പശുക്കിടാവാണ്. അടുത്തത് മുझे ചീണ്ടിനെ കാട്ടാത്തോ മേ ക്യാ കറും. എന്നെ ഉറുമ്പ് കടിച്ചു, ഞാൻ എന്ത് ചെയ്യും ചോദിച്ചത് ആരാണ്? ഈ കുട്ടിയാണ് കേട്ടോ. അടുത്തത് തും ചട്ടായി കോ ലപ്പേട്ട് ലോ ഓർ മുझे ജാനേ ദോ. നിങ്ങൾ ആ വിരിപ്പ് മടക്കി വെക്കൂ. മാറ്റ്, കുട്ടീനെ കിടത്തിയ വിരിപ്പില്ല, അത് മടക്കി വെക്കൂ, എന്നെ പോകാൻ അനുവദിക്കൂ. ഇങ്ങനെ പറഞ്ഞത് ഉറുമ്പാണ്. അപ്പോൾ ഉറുമ്പിലേക്ക് വരിക കേട്ടോ. ഇങ്ങനെ ഉറുമ്പിൽ കൊണ്ടുവന്നിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇത് കൺഫ്യൂഷൻ ഇല്ലല്ലോ, വേറെ കളറിൽ കാട്ടിത്തരാം. ഗർക്കി ഔരത് മേരി രസ്സി എന്നുള്ളതിൻ്റെ ആൻസർ ഇത് കേട്ടോ. ഈ പശുക്കുട്ടിയാണേ, വരച്ചപ്പോൾ അങ്ങനെ ആയതാണ്. ഓക്കെ, നെക്സ്റ്റ് नीचे दिए गए वाक्य पर ध्यान दे. बूटी अम्मा मछलियों को सूखा रही थी. ഈ रही रहा അങ്ങനത്തെ വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ്. പാർട്ട് ഭാഗ് സെ ऐसे वाक्य चुनकर लिखे. ആദ്യത്തെ വേർഡ് ഇതാണ്. एक हाथ से बच्चे को सहला रही थी. कौओं को भगा रही थी. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ബച്ച एक ചട്ടായി पर പടാ പടാ റോ റഹാത്ത. ഇതാണ് അങ്ങനത്തെ വേർഡ്സ് വരുന്നത് കേട്ടോ. ആദ്യത്തെ ഇത്, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ ഇത്. നെക്സ്റ്റ് ऐसे अधिक वाक्य बनाए. മച്ചുവാര ആ രഹാ ഹേ. അപ്പോൾ ആ രഹാ ഹേ എന്നുള്ളത് ദെൻ പാസ്റ്റിലേക്ക് ആക്കുമ്പോഴാണ് രഹാത്ത എന്ന് വരിക കേട്ടോ. കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്ന പോലെ താ എന്ന് പറയുന്നത് പാസ്റ്റിനെ കാണിക്കുന്നതാണ്. മച്ചുവാര ആ രഹാത്ത. മച്ചുവാരൻ ആ രഹി ഹേ. മച്ചുവാരൻ ആ രഹി തീ. ബച്ചട ഗാ രഹാ ഹേ. എന്താ ആൻസർ വരും? ബച്ചട ഗാ രഹാത്ത. അടുത്തത് ബൂട്ടി അമ്മ ബൈറ്റ് രഹി ഹേ. ബൈറ്റ് രഹി തീ ആയി. ബൂട്ടി അമ്മ ബൈറ്റ് രഹി തീ. ചീണ്ടി ചൽ രഹി തീ. ചീണ്ടി ചൽ രഹി തീ. ഇവിടെ ഹേ ആണ് കേട്ടോ, ഇത് ചൽ രഹി ഹേ ആണ്. അപ്പോൾ അവിടെ രഹീത്തി ആയി. അടുത്തത് കൗവ ബാഗ് രഹാ ഹേ. കൗവ ബാഗ് രഹാത്ത. അത്രേ ഉള്ളൂ. ഇവിടെ രഹി ഹേ എന്നുള്ളത് അവിടെ രഹീത്തി ആവും, ഇവിടെ രഹാ ഹേ എന്നുള്ളത് അവിടെ രഹാത്ത ആവും. അത്ര മാറ്റുള്ളൂ. ശബ്ദ ഡൂണ്ടേ ലിഗേ. ഇത് നമുക്കൊരു പസിൽ തന്നിട്ടുണ്ട്. ഇതിലുള്ള വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസ് കാണുന്നുണ്ടല്ലോ, ഗാസ് ഒരു വേർഡാണ്. ദെൻ ചട്ടായി ഉണ്ട്, മച്ചലി ഉണ്ട്. നെക്സ്റ്റ്
പിന്നെ ബാസാർ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മച്ചുവാരൻ കണ്ടല്ലോ, എഴുതി കാട്ടിത്തരാം. മച്ചുവാരൻ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ബൂട്ടി ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. ബൂട്ടി ഉണ്ട്. പിന്നെ ചീണ്ടി ഉണ്ട്. പിന്നെ ഇതാ പിന്നെ 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 നമുക്ക് സീക്കടി ഉണ്ട്. ഇതാ പിന്നെ സമുദ്ര, പിന്നെ നോക്കാം. ബച്ചട എഴുതിയോ? ബച്ചട ഇല്ല അല്ലേ? ഓക്കെ, നമുക്കിനി നോക്കാം വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഔരത്ത് ഉണ്ട് കേട്ടോ. ഔരത്ത് കണ്ടോ? പിന്നെ ബി വി എന്ന് പറയണത് ഒരു വേർഡ് ഉണ്ട്. ബി വി വൈഫ് എന്ന് പറയണതാ. പിന്നെ മച്ചുവാറ ഉണ്ട് കേട്ടോ. ഇതാ മച്ചുവാറ ഉണ്ട്. ഓക്കെ, ജാൽ ഉണ്ട്. വല, ജാൽ, നെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ വരച്ചത് എടുത്ത് എഴുതി നോക്കാം. അല്ലാത്ത വേർഡ്സ് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. ചട്ടായി, ഗാസ്, സമുദ്ര, മച്ചലി, മച്ചുവാര, ബാസാർ, സീക്കടി, ഔരത്ത്, മച്ചുവാരൻ, ചീണ്ടി, ജാൽ, റസ്സി. ഇത് കൂടാതെ ബൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ ബീവി ഉണ്ട്. അങ്ങനത്തെ വേർഡ്സ് ഇതിലുള്ളത്. ഇനി 2-3 എക്സ്ട്രാ വരുന്നുണ്ട്, അതുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നെക്സ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് മച്ചുവാര, മച്ചുവാരൻ. എന്താ ഫസ്റ്റ് മച്ചുവാര, മച്ചുവാരൻ എഴുതിയിട്ടുണ്ട്. പതി, പത്നി, ബച്ച, ബച്ചി, ബൂട്ട, ബൂട്ടി. ഓക്കെ, സ്ത്രീലിംഗവും പുല്ലിംഗവും ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. മെയിലും ഫീമെയിലും, മെയിൽ ജെൻഡറും ഫീമെയിൽ ജെൻഡറും. ഓക്കെ, നെക്സ്റ്റ് ചിത്ര കഹാനി ബനായേ. ഈ ചിത്രത്തിലുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ജൽത്ത സൂരജ്, സൂര്യൻ ഉദിച്ചു നിൽക്കുകയല്ലേ, അപ്പൊ ഇതാണ് ആദ്യത്തെ കേട്ടോ, ജൽത്ത സൂരജ്. അടുത്തത് നോക്കൂ, വാടി നിൽക്കുന്ന പൂ, മുർജായ ഫൂൽ. അടുത്തത് ഈ ഒരു പെൺകുട്ടി ഫ്ലവർ വാട്ടർ ചെയ്യാണ്, വാട്ടറിങ് ഓഫ് പ്ലാന്റ് ആണ്. അപ്പം അത് പൗദേക്കോ സീഞ്ചന. നെക്സ്റ്റ് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ് ഗിലാ ഹുവ ഫൂൽ. നെക്സ്റ്റ് ഒരു ചിരിച്ചു നിൽക്കുന്ന, സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ലടുക്കിക്ക് ഖുഷി. ഓക്കെ, നെക്സ്റ്റ് കച്ചറ മുക്ത് കേരൾ പോസ്റ്റർ തയ്യാറാക്കാനാണ്. എല്ലാം ഇവർ തന്നിട്ടുണ്ട്. യഹ്ദർത്തി ഹമാരി ഹി നഹി ആനേവാലി പീഡിയോം കി ബി ഹേ. നമ്മുടെ മാത്രമല്ല, വരാൻ പോകുന്ന ഒരു എന്താണ് ജനറേഷൻ്റെയും കൂടിയാണ് ഈ ഭൂമി എന്നുള്ളതാണ്. അപ്പോൾ കച്ചറ മുക്ത് കേരള ഒരു പോസ്റ്റർ വേണം, നമുക്കൊരു ചിത്രം അവിടെ വേണം. ഇതുപോലെ സ്വച്ഛതാ ഹി സേവ, സ്വച്ഛ് ഭാരത്, അങ്ങനെ ഏതെങ്കിലും ഒരു പിക്ക് നിങ്ങൾ വരച്ച് ചേർത്തുക കേട്ടോ. അങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. नेक्स्ट धरती को बचाने के लिए हम क्या क्या कर सकते हैं, प्रक्रियाओं की सूची तैयार करें. ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, സ്കൂളിൽ എന്തൊക്കെ ചെയ്യാം, സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യാം എന്നാണ്. വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് का उपयोग कम करें, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് കച്ചറയ്ക്കോ ഫേങ്കേ നെഹി, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കുക. പ്ലാസ്റ്റിക് ന ജലായി പറഞ്ഞാൽ കത്തിക്കാതിരിക്കുക. സ്കൂൾ ഓർ ആസ് പാസ് കാ വാതാവരൺ സാഫ് രഖേ, സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പാനി കാ ദുരുപയോഗം ന കരേ, വെള്ളം ദുരുപയോഗം ചെയ്യാതിരിക്കുക. സ്കൂൾ മേ പ്ലാസ്റ്റിക് ന ഫേങ്കേ, സ്കൂളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക. സമാജിൽ എന്തൊക്കെ ചെയ്യാം? നദിയും ഓർ താലാബോമേ കച്ചറ ന ഫേങ്കേ, കുളത്തിലും നദിയിലും ഒന്നും വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. മിട്ടി ഹവ ഓർ പാനിക്കോ പ്രദൂഷിത് ന കരയും, അതുപോലെ സോയിലിനെ, നമ്മുടെ വായുവിനെ, അതുപോലെ വെള്ളത്തിനൊന്നും പൊല്യൂട്ടഡ് ആക്കരുത് എന്ന് പറയുന്നുണ്ട്. ഹവ എന്ന് പറയുന്നതിന് പകരം വായു എന്നാക്കിക്കോളൂ കേട്ടോ. ഹവ പറഞ്ഞ കാറ്റാണ്, ആക്ച്വലി വായു ആണ് അവിടെ വരേണ്ടത്. വായു എന്നാക്കൂ അതിനെ. ഗർക്ക കച്ചറ രാസ്തേമേ ന ഫേങ്കേ, വീട്ടിലെ മാലിന്യങ്ങൾ റോട്ടിൽ കൊണ്ട് കളയരുത്. പ്ലാസ്റ്റിക് ചലാക്കർ വായുകോ പ്രദൂഷിത് ന കരേ, പ്ലാസ്റ്റിക് കത്തിച്ച് വായുവിനെ മലിനപ്പെടുത്താതിരിക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.